സോ കലോട്ടസ് ഓസിക്കോളിൻ്റെ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പെക്ടോറൽ ഗേർഡിലാണ്. പെക്ടോറൽ ഗേർഡിൽ നമുക്കറിയാം, ഗേർഡിൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആക്സിയൽ സ്കെലറ്റനും അപ്പൻഡിക്കുലർ സ്കെലറ്റനും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്കെലറ്റൽ സിസ്റ്റമാണ് ഗേർഡിൽ എന്ന് പറയുന്നത്. അത് ഫോർ ലിംബും വെർട്ടിബ്രൽ കോളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ ആസ് ദി പെക്ടോറൽ ഗേർഡിൽ. ഹൈൻഡ് ലിംബും വെർട്ടിബ്രൽ കോളുമായിട്ടാണെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ ആസ് ദി pelvic girdle. So we are just moving into the pectoral girdle first. Pectoral girdle എന്ന് പറയുന്നത്, so they are characteristic and in having a median T-shaped interclavicle. നമ്മൾ സ്റ്റേർണം അതുപോലെ തന്നെ റിബ് അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് പെക്ടോറൽ ഗേർഡിലിൻ്റെ പാർട്ടായിട്ടുള്ള ടി ഷേപ്ഡ് ആയിട്ടുള്ള ഇന്റർക്ലാവിക്കിൾ കണ്ടായിരുന്നു. ആൻഡ് ദറ്റ് ഈസ് വിത്ത് 2 ആംസ്. ആ 2 ആമിലേക്കായിരുന്നു ക്ലാവിക്കിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ ഇന്റർക്ലാവിക്കിൾ എന്ന് പറയുന്നത് ലിസാർഡ്സിൻ്റെ കേസിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പെക്ടോറൽ ഗേർഡിലിൻ്റെ പാർട്ടാണ് ഇന്റർക്ലാവിക്കിൾ വിത്ത് 2 ബോൺസ് എന്ന് പറയുന്നത്. നൗ ഇന്റർക്ലാവിക്കിളും ക്ലാവിക്കിനും പുറമെ യു ക്യാൻ സീ ദാറ്റ് ദർ ആർ മെയിൻലി 4 പാർട്ട് വിച്ച് ഈസ് മേക്കിംഗ് ദി പെക്ടോറൽ ഗേർഡിൽ. 1 കൊറാക്കോയിഡ് ആണ്, 2 പ്രീ കൊറാക്കോയിഡ് ആണ്, 3 സ്കാപ്പുല, 4 സൂപ്രാ സ്കാപ്പുല. ഇപ്പോൾ കൊറാക്കോയിഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഓസിഫൈഡ്, പക്ഷെ ഫുള്ളി ഓസിഫൈഡ് ഇല്ല. എന്ന് വെച്ചാൽ ബോൺ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോർമേഷൻ നടന്നിട്ടില്ല, കാൽസ്യം ഡെപ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് പാർഷ്യലി ഓസിഫൈഡ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന കൊറാക്കോയിഡ് എന്ന് പറയുന്നത്. സോ കൊറാക്കോയിഡ് എന്ന് പറയുന്നത് ഈ റീജിയനാണ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് കോൾഡ് കൊറാക്കോയിഡ്. ഈ പാർട്ടിനെയാണ് നമ്മൾ കൊറാക്കോയിഡ് എന്ന് പറയാം. കൊറാക്കോയിഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് വി ക്യാൻ ഫൈൻഡ് പ്രീ കൊറാക്കോയിഡ്. പ്രീ കൊറാക്കോയിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കാർട്ടിലേജിനസ്, ഓസിഫൈഡേ അല്ല, മറിച്ച് കംപ്ലീറ്റ്ലി കാൽസിഫൈഡ് ആയിട്ട് കംപ്ലീറ്റ്ലി കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പ്രീ കൊറാക്കോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ കൊറാക്കോയിഡിൻ്റെയും അതുപോലെ തന്നെ കൊറാക്കോയിഡിൻ്റെയും ജംഗ്ഷനിൽ നമുക്കൊരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു ആർട്ടിക്കുലേറ്റിംഗ് സർഫേസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദി കൊറാക്കോയിഡ് ഫെനിസ്ട്ര. അതാണ് ഈ 2 എണ്ണം. ഓക്കെ, കൊറാക്കോയിഡ് ഫെനിസ്ട്ര എന്ന് പറയുന്നത്. നൗ കൊറാക്കോയിഡിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന ബോണി ആയിട്ടുള്ള ഒരു കമ്പാരിറ്റീവ്ലി ബ്രോഡർ എന്ന് പറയാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റ് ആണ് സ്കാപ്പുല എന്ന് പറയുന്നത്. സ്കാപ്പുലയുടെ തൊട്ട് മുകളിലായിട്ട്, ഇപ്പം സുപ്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേരിൽ തന്നെ അറിയാം ഇറ്റ്സ് അബോവ് എന്നുള്ളത്. സോ ദർ ഈസ് സുപ്ര സ്കാപ്പുല അബോവ് ദി സ്കാപ്പുല. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ റെഡിൽ വരച്ചേക്കുന്ന ഈ റീജിയനെയാണ് നമ്മൾ സൂപ്ര സ്കാപ്പുല എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ 4th സെഗ്മെന്റ്, ദിസ് ഈസ് ദ 3rd വൺ, ആൻഡ് ദിസ് ഈസ് ദ 1st വൺ, ആൻഡ് ദിസ് ഈസ് ദ 2nd വൺ. അപ്പം ഇത്രയും പോർഷൻസ് ആണ് ഇൻ അഡീഷൻ ടു ദ ക്ലാവിക്കിൾ ആൻഡ് ദ ഇന്റർക്ലാവിക്കിൾ ദറ്റ് ഈസ് ഫോമിംഗ് ദി പാർട്ട് ഓഫ് ദി പെക്ടോറൽ ഗേർഡിൽ. അതിന് പുറമെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് വെൻട്രലി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേർണം എന്ന് പറയുന്നത് ഈ കൊറാക്കോയിഡും അതുപോലെ തന്നെ ഇന്റർക്ലാവിക്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു റോംബോയിഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ സ്റ്റേർണം നമുക്ക് കണ്ടായിരുന്നു, കാർട്ടിലേജിനസ് ആയിട്ടുള്ള സ്റ്റേർണം. അപ്പം അത് വെൻട്രലി കൊറാക്കോയിഡുമായിട്ട് അതിൻ്റെ ഡോർസൽ സൈഡ്, പക്ഷേ കൊറാക്കോയിഡ് വെൻട്രലി ദാറ്റ് വിൽ ബി കണക്റ്റിംഗ് ടു ദി സ്റ്റേർണം അലോങ് വിത്ത് ഇന്റർക്ലാവിക്കൽ. അപ്പോൾ പെക്ടോറൽ ഗേർഡിലിൻ്റെ ഏതൊക്കെ പാർട്ടാണ് സ്റ്റേർണുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറാക്കോയിഡ് ആൻഡ് ഇന്റർക്ലാവിക്കൽ വെൻട്രലി, ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. സോ ദാറ്റ്സ് അബൌട്ട് ദി പെക്ടോറൽ ഗേർഡിൽ. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് വിശദീകരിക്കാം. സോ ലാറ്ററലി അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ കൊറാക്കോയിഡ് ആൻഡ് സ്കാപ്പുല ഈസ് എ, ഈ ക്യാരക്ടർ പറയാൻ നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഉണ്ട്, ഷോൾഡർ ജോയിൻ്റ് അല്ലേ. അപ്പം ഹ്യൂമറസ് ബോണിൻ്റെ ആ ഒരു ബോൾ ഷേപ്ഡ് ആയിട്ടുള്ള എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫിക്സഡ് ഇൻ ദി റൗണ്ട് ക്യാവിറ്റി വിത്തിൻ ദി പെക്ടോറൽ ഗേർഡിൽ. അപ്പം ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഈ റീജിയൻ, അതായത് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ സ്കാപ്പുല ആൻഡ് കൊറാക്കോയിഡ് യു ക്യാൻ സീ ദ ഗ്ലിനോയിഡ് ക്യാവിറ്റി. ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സോക്കറ്റ് ആണ് ഉള്ളത്. ഇതിലേക്കാണ് ബോൾ ഷേപ്ഡ് ആയിട്ടുള്ള ടിപ്പ് ഓഫ് ദി ഹ്യൂമറസ് അത് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഷോൾഡർ ജോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഗ്ലിനോയിഡ് ക്യാവിറ്റി ഈസ് ഫൗണ്ട് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ
coracoid and the scapula, into which the humerus bone is fixed to form the shoulder joint. ഞാൻ പറഞ്ഞു കൊറാക്കോയിഡ് എന്ന് പറയുന്നത് സെമി ഓസിഫോയിഡ് കാർട്ടിലേജ് ആണ്. എന്ന് വെച്ചാൽ ബോൺ ഫോർമേഷൻ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, മറിച്ച് കാൽസ്യം ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതേസമയം പ്രീ കൊറാക്കോയിഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാർട്ടിലേജ് ആണ്, എന്ന് വെച്ചാൽ അൺഓസിഫൈഡ് കാർട്ടിലേജ് ആണ്. ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് ബോൺ ആണ്, അല്ലെങ്കിൽ കാൽസ്യം ഡെപ്പോസിഷൻ ആണ്. അപ്പം അങ്ങനെ ഒരു ഹാർഡ് സ്ട്രക്ചറിലേക്ക് വന്നിട്ടില്ല. വരാൻ പോകുന്നു ആര്? കൊറാക്കോയിഡ്. തീരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പ്രീ കൊറാക്കോയിഡ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർട്ടിക്കുലേറ്റിംഗ് ഫേസ് ഉണ്ട്, ഒരു വൈഡ് ഓപ്പണിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ദി കൊറാക്കോയിഡ് ഫെനിസ്ട്ര എന്ന് പറയുന്നത്. ആൻഡ് ദ കൊറാക്കോയിഡ് ആൻഡ് ഇന്റർക്ലാവിക്കൽ ആർട്ടിക്കുലേറ്റ് വിത്ത് സ്റ്റേർണം വെൻട്രലി. ഈ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓർമ്മിക്കുക, പ്രധാനമായിട്ടും 6 പാർട്ടാണ് പെക്ടോറൽ ഗേർഡിനുള്ളത്. ഇന്റർക്ലാവിക്കൽ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിസാർഡ് ആണ്, വിത്ത് 2 ആം. അതിൻ്റെ 2 ആമിലേക്ക് 2 സൈഡിൽ നിന്നായിട്ട് ഓരോ ക്ലാവിക്കിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കൊറാക്കോയിഡ് ആണ്. നാലാമത്തത് പ്രീ കൊറാക്കോയിഡ് ആണ്. അഞ്ചാമത്തത് സ്കാപ്പുലയാണ്. ആറാമത്തത് സുപ്രാ സ്കാപ്പുലയാണ്. സ്കാപ്പുലേൻ്റെയും കൊറാക്കോയിഡിൻ്റെയും ഇടക്കായിട്ട് ഗ്ലിനോയിഡ് ക്യാവിറ്റി ഉണ്ട്. പ്രീ കൊറാക്കോയിഡിൻ്റെയും കൊറാക്കോയിഡിൻ്റെ ഇടക്കായിട്ടൊരു വൈഡ് ഓപ്പണിംഗ് ഉണ്ട്. അതിനെ നമ്മൾ ഫെനിസ്ട്ര, കൊറാക്കോയിഡ് ഫെനിസ്ട്ര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിനുള്ളത്. ഇന്റർക്ലാവിക്കിളും കൊറാക്കോയിഡും വെൻട്രലി ഈസ് കണക്റ്റഡ് ടു ദി സ്റ്റേർണം. ഈ ക്യാരക്ടേഴ്സ് ഓർമ്മയിലുണ്ടായാൽ മതി. ദാറ്റ്സ് അബൌട്ട് പെക്ടോറൽ ഗേർഡിൽ. ഞാൻ നേരത്തെ റെഡ് ഔട്ട്ലൈന് കൊടുത്തതുപോലെ നിങ്ങൾ വരച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പം ഈ സ്റ്റേർണം നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പെക്ടോറൽ ഗേർഡിൽ കാണിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്റർക്ലാവിക്കിള് അതുപോലെ തന്നെ ബാക്കിയുള്ള റീജിയൻസ് എന്ന് വെച്ചാൽ ഈ റീജിയൻസ് വരച്ചാൽ നല്ലത്, വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അത് സ്റ്റേർണം റിബ്സിൻ്റെ പാർട്ടാണ്. സ്റ്റേർണം ആൻഡ് റിബ്സ് എന്ന് പറയുന്ന ബോണിൻ്റെ പാർട്ടാണ്. നമ്മൾ നേരത്തെ ഇന്നലെ ഡിസ്കസ് ചെയ്ത സംഗതി. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ആൻഡ് വി വിൽ ബി ജസ്റ്റ് മൂവിങ് ഇൻ ടു ദി ഫോർ ലിംബ്. നമുക്കറിയാം പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കണക്റ്റിംഗ് the axial skeleton with the appendicular skeleton, the axial skeleton with the forelimb എന്നുള്ളത് നമുക്കറിയാം. So we are just moving into the forelimb in the next video.